ഹായ് ഓൾ, എല്ലാവർക്കും അനന്ത IASന്റെ സ്പോട്ട്ലൈറ്റ് സീരീസിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലീഫ് സ്കൾപ്ചർ ഇൻസ്ക്രിപ്ഷൻ ഇസ് രാന്യു അശോക കിങ് അശോക മെൻഷൻഡ് അലോങ് വിത്ത് എ സ്റ്റോൺ പോർട്രേറ്റ് ഓഫ് അശോക? കങ്കനഹള്ളി, സാഞ്ചി, ഷാബാസ്ഗഡി, സൊഹാഗുരം. ആൻഡ് ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇത് ആൻസർ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല. ഐ തിങ്ക് 11th-ലെയോ 12th-ലെയോ ഹിസ്റ്ററി ടെക്സ്റ്റിലുണ്ട്, ഇത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് പഠിച്ച ആൾക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ, കങ്കനഹള്ളിയാണ്. ഈ കങ്കനഹള്ളി എന്ന് പറയുന്നത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് റണ്യു അശോക മീൻസ് കിങ് അശോക എന്ന് എക്സ്പ്ലിസിറ്റ് ആയി എഴുതിയിട്ടുള്ള സ്റ്റോൺ എൻഗ്രേവിംഗ് ഉള്ളത് വിത്ത് അശോകാസ് പോർട്രേറ്റ്. ആൻഡ് ഇതില് ദെൻ നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സാഞ്ചി സ്തൂപ എല്ലാവർക്കും അറിയാലോ, മധ്യപ്രദേശിലാണ്. ആൻഡ് ഇതില് ഇൻസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല, സ്തൂപയാണ്. ആൻഡ് എന്താ പറയാ, നമുക്കൊരു സ്തൂപയുടെ സ്ട്രക്ചർ ഒക്കെ അറിയാലോ. ഇവിടെ കുറെ റിലീഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ആസ് എ പാർട്ട് ഓഫ് സ്തൂപ, അല്ലാതെ ഇൻസ്ക്രിപ്ഷൻസ് ഒന്നുമേ ഇല്ല. ആൻഡ് സി, ഷാബാസ്ഗഡിയാണ്. ഈ ഷാബാസ്ഗഡി എന്ന് പറയുന്നത് ഒരു അശോകൻ ഇൻസ്ക്രിപ്ഷൻ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇന്ത്യയിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇത് പാകിസ്ഥാനിലാണ്. ഗരോഷ്ടി സ്ക്രിപ്റ്റിലുള്ള അശോകയുടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഇവിടെയുണ്ട്. ബട്ട് ഇതില് റണ്യു അശോക എന്ന് പറഞ്ഞിട്ടൊന്നും ഇൻക്ലൂഡഡ് അല്ല ഈ ഇൻസ്ക്രിപ്ഷനിൽ. ആൻഡ് ഇതിലെ എഡിക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി അശോകയുടെ ആ ധമ്മ എന്ന് പറഞ്ഞ ആ ഒരു മോറൽ ബിലീഫ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഷാബാസ് ഗഡിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സൊഹാഗുര കോപ്പർ പ്ലേറ്റ്, അത് അശോകയായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഈ സൊഹാഗുര കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ഉത്തർപ്രദേശിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പ്രാകൃത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഒരു എൻഗ്രേവിംഗ് ആണ് ഈ കോപ്പർ പ്ലേറ്റിലുള്ളത്. ആൻഡ് ഇത് പ്രീ അശോകനാണ്. ഇത് ഈ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, സോറി, ഈ എൻഗ്രേവിംഗിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെമൈനെ പറ്റിയിട്ടാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള റിലീഫ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Who among the following rulers advised his subjects through this inscription? Whosoever praises his religious sect or blames other sects out of excessive devotion to his own sect with the view of glorifying his own sect, he rather injures his own sect very severely. അശോക, സമുദ്രഗുപ്ത, ഹർഷവർദ്ധന, കൃഷ്ണദേവരായ. നമ്മുടെ ഒരു ബേസിക് സെൻസ് വെച്ചിട്ട് നമുക്കിതിന് ആൻസർ കിട്ടും. ഇത് ആ വർഷത്തെ, അതായത് 2020 വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. റിലീജിയസ് ടോളറൻസിനെ പറ്റിയിട്ടും സെക്റ്റിന്റെ ഇടയിൽ ഉണ്ടാവേണ്ട ഹാർമണീനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് അശോകയുടെ 12th മേജർ റോക്ക് എഡിക്റ്റിന്റെ പാർട്ടാണ്. റിലീജിയസ് ടോളറൻസ് ആൻഡ് ഹാർമണി, ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഈ 12th മേജർ എഡിക്റ്റ് ഓഫ് അശോക പറയുന്നത്. ആൻഡ് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അശോകയുടെ ധമ്മ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഗവേണൻസിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സെക്ടേറിയൻ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ റോക്ക് എഡിക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ നമ്മൾ ഓപ്ഷൻസിലോട്ടേക്ക് പോവുകയാണെങ്കിൽ സമുദ്രഗുപ്ത അറിയാലോ, ഗുപ്ത എംപറർ ആണ്, ഫേമസ് റൂളറാണ്. ഇദ്ദേഹത്തിനെയാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് ഹരിസേനയാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതില് ഇതുപോലെ സെക്ടോറിയൻ ഹാർമണിയെ പറ്റിയിട്ടൊന്നുമല്ല പറയുന്നത്. ഈ സമുദ്രഗുപ്തയുടെ കോൺക്വസ്റ്റ്, പിന്നെ അദ്ദേഹത്തിന്റെ വിജയങ്ങൾ, വാർസ്, അച്ചീവ്മെന്റ്സ്, ഡൊണേഷൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ പറയുന്നത്.
ആൻഡ് സി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹർഷവർദ്ധനെയാണ്. അദ്ദേഹം ഒരു ഫേമസ് നോർത്ത് ഇന്ത്യയിലുള്ള ഫേമസ് റൂളറാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളത് കനോജ് അസംബ്ലി അറിയാമല്ലോ. നമ്മുടെ ഹുയാൻ സാങ് ഒക്കെ വന്നിട്ടുള്ളത് ഈ അസംബ്ലി അറ്റൻഡ് ചെയ്യാനാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെയും ഈ എഡിക്സിലൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും മോറൽ ഫിലോസഫിക്കൽ എഡിക്സിനെ പറ്റിയിട്ട് പറയുന്നില്ല. ദെൻ ഡി എന്ന് പറയുന്നത് കൃഷ്ണദേവരായയെയും എല്ലാവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള വിജയനഗര റൂളറാണ്. ഇദ്ദേഹത്തിൻ്റെയും പേരെടുത്ത ഇൻസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ഇദ്ദേഹം ഫേമസ് ഫോർ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിനാണ്. ലൈക്ക് അമുക്ത്യമല്യത അങ്ങനെ പറഞ്ഞ കുറച്ച് ലിറ്റററി വർക്ക്സ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ. ആൻഡ് ഈ കൃതി എഴുതിയിരിക്കുന്നത് തെലുങ്കിലാണ്. ഇതെന്ന് പറഞ്ഞ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആണ്. ഐ മീൻ ഡെവോഷണൽ ടെക്സ്റ്റ് ആണ്. ലോർഡ് വിഷ്ണു റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡെവോഷനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗവേണൻസ് അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. ദെൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ പീരിയഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, ദ ടൗൺസ് ഘണ്ടശാല, കഡുര, ചോൾ വെൽ നോൺ എസ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ, അതായത് ഇതിൽ ഈ ചൗൽ എന്നുള്ള ആ സ്ഥലം നിങ്ങൾ ആദ്യമായി കേട്ടതായിരിക്കില്ല. കാരണം മോഡേൺ ഹിസ്റ്ററി സ്പെക്ട്രം വായിച്ച ഒരാൾ ഒരിക്കലും മറക്കില്ല ഈ ചോൾ എന്നുള്ള. അതായത് പോർച്ചുഗീസുകാരുടെ ആ കോൺക്വസ്റ്റ് പറയുന്ന ആ ഒരു സമയത്ത് ബാറ്റിൽ ഓഫ് ചോളിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ അത് വായിച്ച ഒരാൾക്ക് ഓപ്ഷൻ എയിലോട്ടേക്ക് ഈസി ആയിട്ട് എത്താം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, പോർട്സ് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ്. ആൻഡ് സോ അതാണ് ഈ ഘണ്ടശാല എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് കഡുര എന്ന് പറയുന്നതും ഈസ്റ്റ് കോസ്റ്റിന്റെ പാർട്ടാണ്. ദെൻ ചോൾ മഹാരാഷ്ട്രയിലാണ്. ഈ ചോൾ ഈ റോമൻ അറേബ്യൻ ട്രേഡിന്റെ പേരിൽ ഭയങ്കര ഫേമസ് ആണ് ഈ ചോൾ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട്. ദെൻ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ക്യാപിറ്റൽസ് ഓഫ് പവർഫുൾ കിങ്ഡംസ്, ഇത് വിത്ത് റിഗാർഡ് ടു ഗുപ്ത ഡൈനാസ്റ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുപ്ത പീരീഡിലുള്ള ഫേമസ് ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് പാട്ലിപുത്ര, ഉജ്ജയിൻ, അയോധ്യ ഇതൊക്കെയാണ്. ദെൻ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ പ്ലേസസ് ഓഫ് എക്സ്ക്വിസിറ്റ് സ്റ്റോൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഗുപ്ത പീരീഡിൽ ഈ ഫേമസ് ആയിട്ട് ആർട്ടിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സാരനാഥ്, മഥുര, നളന്ദയാണ്. ഇതൊക്കെ നമ്മൾ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഈ സ്ഥലങ്ങൾ തന്നെയാണ് ഗുപ്ത പീരീഡിലും ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ മേഖലയിൽ ഫ്ലോറിഷ് ചെയ്ത സ്ഥലങ്ങൾ. ദെൻ ഡി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സെന്റേഴ്സ്. അറിയാലോ, നമ്മൾ ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സെന്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അറിയും. ആ സമയത്തുള്ള ഫേമസ് എന്ന് പറഞ്ഞാൽ ബോധ്ഗയ, സാരനാഥ്, നലന്ദ, കുഷിനഗർ ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ദ ടേംസ് കുല്യവാപ ആൻഡ് ദ്രോണവാപ ഡിനോട്ട് measurement of land, coins of different monetary value, classification of urban land and religious rituals. ഇത് എന്ന് പറഞ്ഞാൽ ഈ UPSC ചില വർഷങ്ങളിൽ നമുക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചിടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ കാറ്റഗറിയിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ കുല്യബാബ നമ്മുടെ NCERTസിലൊന്നും ഇതിനെ പറ്റിയിട്ടൊരു മെൻഷനും ഇല്ല. സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ഇതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ആൻസർ എ ആണ്, മെഷർമെന്റ് ഓഫ് ലാൻഡ് ആണ്. ആൻഡ് ഈ കുല്യബാബ, ദ്രോണബാബ ആൻഷ്യന്റ് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വാബ എന്ന് പറയുന്നത് സംസ്കൃത വാക്കായിട്ടുള്ള വാപ്പ് എന്ന് പറഞ്ഞ സീഡ്സ് എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഈ വാബ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് അഗ്രികൾച്ചറൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാൻഡിന്റെ മെഷർമെന്റ് അതിനു വേണ്ടിയിട്ടാണ്. ദെൻ അപ്പോ അതാണ്. പിന്നെ നമ്മുടെ ഓപ്ഷൻസിലോട്ടേക്ക് പോവുകയാണെങ്കിൽ കോയിൻസ് ഓഫ് ഡിഫറെന്റ് മോണിറ്ററി വാല്യൂ, ഈ നമ്മുടെ
ആൻഷ്യൻ കോയിൻസ് എന്ന് പറയുന്നത് കർഷപണ, ശതമാന, നിക്ഷക, ദിനാർ, ഇതൊക്കെയാണ് നമ്മുടെ ആൻഷ്യൻ കോയിൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് urban ലാൻഡ്. ഈ അർബൻ ലാൻഡിൽ നമ്മൾ ഇതുപോലത്തെ ഇതൊന്നും കേട്ടിട്ടില്ല. പട്ട, ആയം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലാൻഡ് റിലേറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ള മറ്റു ടേംസ്. ആൻഡ് ഡി റിലീജിയസ് റിച്വൽസ്, നമുക്കറിയാം റിലീജിയസ് റിച്വൽസ് അല്ല, നമ്മൾ കേട്ടിട്ടുള്ള റിലീജിയസ് റിച്വൽസ് ഏതൊക്കെയാണ്? യജ്ഞ, അശ്വമേധ, ഹോമ, പൂജ, അതൊക്കെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ പ്രിലിംസിൽ ഒരു വട്ടക്കിരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു റിച്വലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് റിലീജിയസ് റിച്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻഷ്യൻ ഇന്ത്യയിൽ പഠിക്കുന്നത്. With reference to forced labor wished in India during the Gupta period, which one of the following statement is correct? It was considered as a source of income for state, a sort of tax paid by the people. B. It was totally absent in Madhya Pradesh and Kathiawar regions of the Gupta Empire. The forced labor was entitled to weekly wages. The eldest son of the labor was sent as the forced labor. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റീസണിങ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാ സോൾവ് ചെയ്യാന്ന്. ഈ ഫോഴ്സ് ലേബർ വിഷ്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് ഫോഴ്സ് ലേബർ ആണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ സ്റ്റേറ്റ്, എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദ പീപ്പിൾ. ആവാം, അതായത് ഫോഴ്സ് ലേബർ എന്നാ പറയുന്നത്. ഈ ഫോഴ്സ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആണല്ലോ. സോ ഹ്യൂമൻസിന് ലേബർ ടാക്സ് ആയിട്ട് പേ ചെയ്യാം. ആൻഡ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതും സ്റ്റേറ്റിന് ഇൻകർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം തന്നെയാണല്ലോ. അതായത് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് സ്റ്റേറ്റിന് എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനെ ഒരു ഇൻകം ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊന്നും നമ്മുടെ കയ്യിലില്ല. ഇനി നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് കുറച്ചും കൂടി നമുക്ക് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ നോക്കാം. ബി. ഇറ്റ് വാസ് ടോട്ടലി ആബ്സെന്റ് ഇൻ ദ മധ്യപ്രദേശ് ആൻഡ് കത്യവാർ റീജൻസ് ഓഫ് ദ ഗുപ്ത എംപയർ. ടോട്ടലി ആബ്സെന്റ് എന്നാ പറയുന്നത്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റാ. അതായത് മധ്യപ്രദേശിലോ കത്യവാർ റീജൻസിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇത് അവിടെ പ്രസന്റ് ആണ് എന്നാണ്. അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നാണ്. ടോട്ടലി ആബ്സെന്റ് എന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണ്. ദെൻ സി, ദ ഫോഴ്സ് ലേബർ വാസ് എൻടൈറ്റിൽഡ് ടു വീക്ക്ലി വേജസ്. വീക്ക്ലി വേജസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിന് എന്തിനാ ഫോഴ്സ് ലേബറിന് പേര് കൊടുക്കുന്നത്? വെറും ലേബറിന് കൊടുത്താൽ പോരെ. നിർബന്ധിതമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, അതിന് പേയ്മെന്റ് ഉണ്ടാവോ? ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? ഒരിക്കലുമില്ല. അപ്പൊ നമുക്ക് സി ലോജിക്കലായിട്ട് തോന്നുന്നില്ല. ദെൻ ഡി, ദ എൽഡസ്റ്റ് സൺ ഓഫ് ദ ലേബറർ വാസ് സെന്റ് ആസ് ദ ഫോഴ്സ് ലേബറർ. ഇത് നമുക്ക് ആണെന്നും പറയാം അല്ല എന്ന് പറയാം. കാരണം നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നുമില്ല, എവിഡൻസസ് ഇല്ല. ഇത് നടന്നു എന്ന് പറയാനും നടന്നില്ല എന്ന് പറയാനും. സോ ഇതൊരു വേഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ എൽഡസ്റ്റ് സൺ ഓഫ് ദ ലേബറർ വാസ് സെന്റ് ആസ് ദ ഫോഴ്സ് ലേബർ. സോ ഇതിൽ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എ ആണ്. കാരണം എക്സ്ട്രീമിറ്റീസും ഇല്ല, വേഗും അല്ല, കുറച്ചൊരു ക്ലാരിറ്റിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ സ്റ്റേറ്റ്, എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദ പീപ്പിൾ. സോ ഓപ്ഷൻ എ ആണ്. ആൻഡ് ഇതിന്റെ ഫാക്ച്വൽ പാർട്ടിലോട്ടേക്ക് വരുമ്പോൾ വിഷ്ടി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു ലേബർ സർവീസിനെയാണ് എന്ത് പറയുന്നത്? വിഷ്ടി എന്ന് പറയുന്നത്. ഇത് ഗുപ്ത പീരീഡിൽ പ്രസന്റ് ആയിരുന്നു. അതുപോലെ ചോള, നമ്മുടെ സംഘം പീരീഡ് പറയുമ്പോഴും ഈ വിഷ്ടി ലേബർ പ്രസന്റ് ആയിരുന്നു. ദെൻ ഈ പബ്ലിക് വർക്ക്സ്, അതായത് കൺസ്ട്രക്ഷൻ, പിന്നെ ഇറിഗേഷൻ വർക്ക്സ്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക വിഷ്ടി യൂസ് ചെയ്തിരുന്നത്. ഇത് ഗുപ്ത ഏരയിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, വിഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലോവർ സ്ട്രാറ്റയിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്.
ആൻഡ് മധ്യപ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഈ ഗുപ്ത ഗുപ്ത എംപയറിന്റെ ഒരു പാർട്ടായിരുന്നു. സോ അത് അവിടെ ആബ്സെന്റ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. ആസ് മധ്യപ്രദേശ് വാസ് പാർട്ട് ഓഫ് ദ ഗുപ്ത എംപയർ, ദ സ്റ്റേറ്റ്മെന്റ് ബീസ് റോങ്. ദെൻ എപ്പിഗ്രഫിക് എവിഡൻസസ് ഒക്കെ ഈ മധ്യപ്രദേശ് കത്യവാർ റീജൻസ് നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോഴ്സ് ലേബർ ആണ്, അൺപെയ്ഡ് ആൻഡ് ഇൻവോളണ്ടറി ലേബർ ആണ്. പ്രത്യേകിച്ച് ലേബേഴ്സിന് ഒരു വേജോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊരു ഡ്യൂട്ടി പോലെയായിരുന്നു, കമ്പൽസറി ഡ്യൂട്ടി പോലെയായിരുന്നു ഇത്. ദെൻ ഡി, ഞാൻ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല. ഇത് അതായത് എൽഡസ്റ്റ് സൺ ഓഫ് ദ ലേബർ വാസ് സെൻഡ് ആസ് ദ ഫോഴ്സ് ലേബറർ എന്ന് പറയാനും പറയാതിരിക്കാനുമുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസസ് നമ്മുടെ കയ്യിലില്ല. സോ ഡി നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ആൻഡ് നിങ്ങളെല്ലാവരും ഇത് പഠിക്കുക, റിവൈസ് ചെയ്യുക. നമ്മൾ മാക്സിമം ഈ ആൻഷ്യൻ ഹിസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരിക്കും. അത് നമ്മൾക്ക് കിട്ടരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ പറയുന്നത്. സോ നിങ്ങളത് ഫാക്ച്വൽ ആയിട്ട് നമ്മുടെ NCERT-യിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കിയ പാട്ടിൽ നിന്ന് ഉള്ള ഇൻസ്ക്രിപ്ഷൻസ്, അതായത് പ്രത്യേകിച്ച് അശോകൻ എഡിക്ട്സ്, പിന്നെ ഗുപ്തയുടെ പൊളിറ്റി എക്കണോമി, ഗുപ്ത പീരീഡിലെ, അതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. PYQs നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.